നികുതി സമ്പ്രദായത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച 2025 ആദായ നികുതി ബിൽ ആധുനികതയിലേക്കും കാര്യക്ഷമതയിലേക്കും ഒരു പുതിയ പാത വെട്ടിത്തുറക്കുന്നു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള 1961 ആദായ നികുതി നിയമത്തിന് പകരമായിട്ടാണ് ഈ ചരിത്രപരമായ നിയമനിർമ്മാണം വരുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ബില്ല് നികുതി നിയമങ്ങൾ ലളിതമാക്കാനും ഭരണപരമായ നൂലാമാലകൾ കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നികുതിദായകർക്കും ചെറുകിട വ്യവസായകർക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന നിരവധി വ്യവസ്ഥകൾ പുതിയ ബില്ലിലുണ്ട്. പുതിയ ബിൽ നിലവിലുള്ള നികുതി നിരക്കുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇത് നികുതിദായകർക്ക് സ്ഥിരതയുടെ ഒരു സൂചന നൽകുന്നു. എങ്കിലും കഴിവുകളിലും ഇളവുകളിലും വരുത്തിയ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരന് വലിയ ആശ്വാസം നൽകും. 4 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന സാഹചര്യം തുടരും. എന്നാൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 12,500 രൂപയുടെ പൂർണ്ണമായ നികുതി ഇളവ് ലഭിക്കും. ഇതുകൂടാതെ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്കായി ഒരു പുതിയ ടാപ്പറിംഗ് റിബേറ്റ് സംവിധാനം ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സംവിധാനം വഴി 60,000 വരെ നികുതി ആശ്വാസം ലഭിക്കും. ഉയർന്ന വരുമാനമുള്ളവർക്ക് ഈ ആനുകൂല്യം ക്രമേണ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. 4,01,000 രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 5% നികുതിയും 8,01,000 രൂപ മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 10% നികുതിയും നൽകണം. അതുപോലെ 24 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി ഈടാക്കും. കൂടാതെ വീട് നിർമ്മാണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഭവന വായ്പയുടെ പലിശ വീടിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം 5 തുല്യ ഘടുക്കളായി കുറയ്ക്കാൻ പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ ആനുകൂല്യം സ്വന്തം ആവശ്യത്തിനായി താമസിക്കുന്നവർക്കും വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടുകൾക്കും ലഭിക്കും.